എങ്ങനെ ഊബറിൽ ജോയിൻ ചെയ്യാം? എന്തൊക്കെ അതിന് വേണം? ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം? ഒരു ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും? നമ്മുടെ താമസം എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. ഹലോ ഗൈസ്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഊബറിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എനിക്ക് ഡെയിലി ഇപ്പോൾ തന്നെ ഒരു 20 പേരുടെ പെക്കത്ത് 20 പേരുടെ മേളിൽ മെസ്സേജ് വരുന്നുണ്ട്. എങ്ങനെ ചേരാ എന്നൊക്കെ ചോദിച്ച്. അത് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പൊ കുറെ അധികം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയാന്നുണ്ടെങ്കിൽ ഊബർ എങ്ങനെ ജോയിൻ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് മൂന്നുമാണ് ആദ്യം വേണ്ടത്. ഇത് മൂന്നും പിന്നെ ഞാൻ ചേർന്ന ഫ്ലീറ്റിനകത്ത് അവരെനിക്ക് വണ്ടി തന്നു വിടുവാണല്ലോ. അപ്പം അവരുടെ ഒരു ഇതിന് വേണ്ടി വെരിഫിക്കേഷന് വേണ്ടി ജസ്റ്റ് എൻ്റെ കറണ്ട് ബില്ലോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞാൽ അത് വണ്ടി നമുക്ക് തന്നു വിടുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന്റെ അവിടുത്തെ കറണ്ട് ബില്ല് കൊടുത്ത് ജസ്റ്റ് ആ നമ്പർ മതി അവർക്ക്. ഇപ്പൊ വെറുതെ ഒരു പേരിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മള് അല്ല ഇതൊന്നും വേണ്ട, നാട്ടിൽ നിന്നാണേലും നാട്ടിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുവാന്നുണ്ടെങ്കിലും നമ്മൾ ഊബറിന്റെ ആപ്പ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് മൂന്നും മതി. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓടുന്ന ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 12,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 2,000 രൂപ രജിസ്ട്രേഷൻ ഫീ ആണ് വരുന്നത്. ഈ രജിസ്ട്രേഷൻ ഫീയിൽ ആ 2,000 നമുക്ക് കിട്ടത്തില്ല. ബാക്കി 10 രൂപ എന്നുള്ളത് 90 ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരും. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഒരു 10 രൂപ ഡെപ്പോസിറ്റ് മേടിക്കും. അത് 90 ദിവസം നമ്മൾ വർക്ക് ചെയ്താലേ തിരിച്ചു തരത്തുള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പം ജോയിൻ ചെയ്ത് ഊബറിൽ ജോയിൻ ചെയ്ത് ഇവിടെ ഒന്ന് ഏതെങ്കിലും ഒരു ഫ്ലീറ്റിൽ ജോയിൻ ചെയ്ത് എത്ര 12 രൂപ കൊടുത്ത് 2 രൂപ രജിസ്ട്രേഷൻ ഫീ 10 രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് നിങ്ങൾ ഒരാഴ്ച ഓടിയിട്ട് നിങ്ങൾ നാട്ടിൽ പോയി. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ബാക്കി അങ്ങോട്ട് ഓടി 90 ദിവസം ആക്കി. എന്നാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓടിയാൽ മതി. 1 വർഷമോ 2 വർഷമോ എത്ര നാളെടുത്തിട്ടാണെന്ന് അറിയണം. 90 ദിവസം നമ്മൾ എന്ന് വർക്ക് ചെയ്ത് ചെയ്യുന്നു അന്ന് നമുക്ക് മറ്റേ 10,000 രൂപ തിരിച്ചു കിട്ടും. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്തില്ല, ഒരാഴ്ച ഓടിയിട്ട് തിരിച്ച് നാട്ടിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, നിർത്തി പോകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ 10 രൂപ പോയി. അതുകൊണ്ട് അങ്ങനെയുള്ളവര് ഇങ്ങനെ നോക്കലും. ഇവിടെ വേറെ കുറെ സ്കീം വരുന്നുണ്ട്. ഈ 12 അവർ ഡ്രൈവറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 12 അവർ 2 ഡ്രൈവറിന്റെ ആയിട്ട്. ഇപ്പൊ ഒരു ഡേ ഒരു 2 ഡ്രൈവറാണ്. വേറെ കറക്റ്റ് ഊബറിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 4 AM ടു ഈവനിങ് 4 AM, ഈവനിങ് 4 AM ടു പിറ്റേന്ന് മോർണിംഗ് 4 AM, ഇങ്ങനെയാണ് ഷിഫ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഡ്രൈവറിന് രാവിലെ 4 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ വണ്ടി കൊടുത്തു വിടും. എന്നിട്ട് വൈകുന്നേരം 4 മണി തൊട്ട് പിറ്റേന്ന് വെളുപ്പിന് 4 മണി വരെ അടുത്ത ഡ്രൈവറിനായിരിക്കും വണ്ടി കിട്ടുന്നത്. അപ്പം നമുക്കത് നോക്കി ഇഷ്ടമുള്ള ഷിഫ്റ്റ് എടുക്കാം. അപ്പം ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇല്ലാതെ ഉള്ള സ്കീം വരുന്നുണ്ട്. ഇത് കുറേ ഫ്ലീറ്റ് വരുന്നുണ്ട്, കമ്പനി വരുന്നുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് ഇല്ലാതെ അന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി 500 രൂപ റെന്റ് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ അന്നേരം ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ എടുക്കാനും കൊണ്ടുപോയി കൊടുക്കാനും അവരുടെ സ്ഥലത്ത് പോകണം. നമ്മൾ ചിലപ്പോൾ താമസിക്കുന്ന അവിടുന്ന് കുറച്ച് ലോങ് ആയിരിക്കും. അപ്പം നമ്മൾ ഡെയിലി കാർ എടുക്കാനും കാർ കൊണ്ടുവിടാനും അവിടെ പോകണം. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇവരുടെ തന്നെ സ്റ്റേ വരുന്നതും കൂടെ ഉണ്ട്. 90 രൂപ 80 രൂപ എന്തോ ഡെയിലി താമസത്തിന്റെ വരുന്നുണ്ട്. ഫുഡ് നമ്മൾ നോക്കണം. അപ്പൊ അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറെ കമ്പനി ഉണ്ട് ബാംഗ്ലൂർ. PMV, അങ്ങനെ PMV, എവറസ്റ്റ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കുറെ ഇടത്തൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് തിരക്കി നോക്ക്. അപ്പം ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നവരാന്നുണ്ടെങ്കിൽ ഈ 10 രൂപ ഈ 12 രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് ആദ്യമേ വണ്ടി എടുത്ത് ഓടാതെ നിങ്ങൾ വന്ന് തിരക്കി ഈ 12,000 കൊടുക്കാതെ ഈ 12 അവറിന്റെ തിരക്കണം. 12 അവറിന്റെ തിരക്കിയിട്ട് ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് എടുക്കണം. രാവിലെ മോർണിംഗ് ഷിഫ്റ്റോ നൈറ്റ് ഷിഫ്റ്റോ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് എടുക്കുക. ഡെപ്പോസിറ്റ് ഒന്നും വരുന്നില്ല നിങ്ങൾക്ക്. അത് ഡെപ്പോസിറ്റും വരുന്നില്ല. നിങ്ങൾക്ക് ഡെയിലി 500 റെന്റും എടുത്താൽ മതി. നിങ്ങളൊരു 3-4 ദിവസം ഓടി നോക്കണം ബാംഗ്ലൂർ കിടന്ന്. ഇവിടുത്തെ ട്രാഫിക്, പിന്നെ ആൾക്കാരായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാം അങ്ങനെ നോക്കി, റോഡ് അങ്ങനെ എല്ലാം നമുക്ക് ഓക്കെ ആണ്. ഓടിയിട്ട് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഓടി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡെയിലി റെന്റ് ഒക്കെ അവർക്ക് കൊടുത്ത് കറക്റ്റായിട്ട് ഓടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ 12 രൂപയൊക്കെ കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഇവിടെ ഓടാം. ഇപ്പൊ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ചേർന്നപ്പോൾ ഒരു 12,000 രൂപ കൊടുത്ത് അതിൽ 2,000 രൂപ രജിസ്ട്രേഷൻ ആയിട്ട് പോയി. അത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ബാക്കി 10 രൂപ 90 ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞാൽ. ഞാൻ 90 ദിവസം ആയിട്ടില്ല, ആവുമ്പോൾ ഞാൻ പറയാതെ എങ്ങനെയാന്ന്. പക്ഷെ കിട്ടുമെന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചേരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി തരും. അവിടെ കുറെ വണ്ടി കിടപ്പുണ്ട്. അപ്പൊ അതിനകത്ത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും തട്ടലും മുട്ടലും ഒക്കെ ഉള്ള വണ്ടിയാണ്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല വണ്ടി നോക്കി ചൂസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ വണ്ടിയായിട്ട് പിന്നെ പോയാൽ നമ്മൾ എന്ന് നാട്ടിൽ പോകുന്നോ അന്നേരം കൊണ്ട് വണ്ടി കൊണ്ട് കൊടുത്താൽ മതി. അതുവരെ വണ്ടി നമ്മുടെ കയ്യിലാണ്. ഡെയിലി റെന്റ് കൊടുത്താൽ മതി. പിന്നെ റെന്റിന്റെ കാര്യം കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഡെയിലി ആണോ റെന്റ് വരുന്നത്? നമുക്ക് പിന്നെ നമ്മുടെ
പേയ്മെന്റ് എങ്ങനെയാ തരുന്നത്, നമുക്ക് ഡെയിലി സാലറി ആണോ നോക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ദിവസം നമ്മളൊരു 15 ഓർഡർ എടുത്ത് ഈ 15 ഓർഡറിൽ ഒരു 13 ഓർഡറും മാക്സിമം 15 ഓർഡറും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട്. ഒരു 13 ഓർഡർ ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും വരുന്നത്. ബാക്കി 2 പേയ്മെന്റും അല്ലേ ഈ ഓൺലൈൻ വഴി വരത്തുള്ളൂ. ഈ ഓൺലൈൻ വഴി എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇതേപോലെ ഫ്ലീറ്റിലൊക്കെ ചേരാൻ നേരത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത് ഈ ഊബറിന്റെ ആപ്പിനകത്ത്. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ ഊബർ ബുക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഓർഡർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് ചെയ്യുന്നവരുണ്ട്. അന്നേരം ഈ പേയ്മെന്റ് നേരെ ഈ കമ്പനിയിലോട്ടേ പോകത്തുള്ളൂ. നമ്മുടെ ഫ്ലീറ്റ് ഏതാണോ ആ ഫ്ലീറ്റിലോട്ടേ പോകത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, അവർ നമ്മുടെ സ്കാനർ ചോദിക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്കാനർ നമ്മൾ കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഈ ഊബറിന്റെ ആപ്പിനകത്തും ഒരു സ്കാനർ വരും, അത് ഒരിക്കലും കാണിക്കല്ലോ. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കാനർ കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കയ്യെ കാശാ തരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാശായിട്ട് മേടിക്കുക. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഡെയിലി റെന്റ് വരുന്നുണ്ട്. അതിന്റെ റെന്റിന്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ നമ്മൾ വീക്കിലെ പേ വരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര ട്രിപ്പ് എടുത്ത് എത്ര രൂപ കോടി എന്നുള്ളതൊക്കെ എല്ലാം ചേർത്ത് ആഴ്ചയിൽ എനിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് അവരുടെ ചാർട്ട് വരും. അവരുടെ ഇങ്ങനെ നമ്മുടെ ഒരു ഇത് വരും, നമ്മൾ ഒരാഴ്ച എത്ര ഓടി, എത്ര രൂപ ഉണ്ടാക്കി, എത്ര രൂപ കൊടുക്കണമെന്നൊക്കെ ഉള്ള. അവർക്ക് ഇപ്പം പിന്നെ നമ്മളിപ്പം ഇപ്പം ഇങ്ങനെ ഓൺലൈൻ പേയ്മെന്റ് വരുന്നതുണ്ടല്ലോ, അത് എത്ര രൂപ അവരുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, നമ്മളിനി അങ്ങോട്ട് എത്ര കൊടുക്കണം. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടേ വരത്തുള്ളൂ. കാരണം ആകെ ചില ദിവസങ്ങളിൽ നീ ഓൺലൈൻ പേയ്മെന്റ് പോലും വരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിയുമ്പോൾ ഇവർ അയച്ചു തരും, ഈ ലിസ്റ്റ് അയച്ചു തരും. ആ ഒരാഴ്ചത്തെ തിങ്കൾ തൊട്ട് ഞായർ വരെ ഉള്ളത് ആ പിറ്റേ ചൊവ്വാഴ്ച അയച്ചു തരും, വൈകുന്നേരം അയച്ചു തരും. ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിലോ ഇല്ലേ വ്യാഴാഴ്ച രാവിലെയൊക്കെ ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. എത്ര രൂപ നോക്കിയിട്ട് റെന്റിൻ്റെത്. നമ്മൾ വ്യാഴാഴ്ച രാവിലെ ആയിട്ടും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഉച്ചയാകുമ്പോൾ ഇവരെന്ത് ചെയ്യും, വ്യാഴാഴ്ച ഉച്ചയാകുമ്പം നമ്മുടെ ഈ ക്യാഷ് ഓൺ ട്രിപ്പ് ഉണ്ടല്ലോ അത് ഇവരെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഓൺലൈൻ പേയ്മെന്റിന്റെ മാത്രം ചെയ്യും. അപ്പൊ ഇവരുടെ കമ്പനിക്കുള്ളിലോട്ടല്ല കാശ് പോകുന്നത്. അപ്പൊ വിഷയമില്ല. അങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട് നമുക്ക് പേ ചെയ്യാനായിട്ടുള്ള. അപ്പൊ ഇത് വരും, നമ്മുടെ റെന്റിന്റെ ഡീറ്റെയിൽസ് വരും. നമ്മൾ ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച ആയിട്ട് ഇത് പേ ചെയ്താൽ മതി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അവര് താമസമൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് എവിടെയാന്ന് വെച്ചാൽ താമസിക്കുന്ന നോക്കണം. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് സ്ഥലം, നമ്മൾ ഓടുന്ന സ്ഥലം ഏതെടുക്കും, ഏത് സ്ഥലമാണ് നല്ലത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂർ തന്നെ ഇന്നർ ബാംഗ്ലൂർ, ഔട്ടർ ബാംഗ്ലൂർ എന്നും പറഞ്ഞുണ്ട്. ബാംഗ്ലൂരിന്റെ പുറത്തോട്ട് നമുക്ക് ഓട്ടം വരും, അകത്ത് ഓട്ടം വരും. പക്ഷെ പുറത്തോട്ടുള്ള ഓട്ടത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു സോൺ ഉണ്ട്. ഇങ്ങനെ ബാംഗ്ലൂരിൽ നമുക്ക് ആ ഊബറിന്റെ ഡ്രൈവറിന്റെ ആപ്പിൽ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഇത് ഓടാൻ താല്പര്യമുള്ള ഒരു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് മൂന്നും വെച്ച് തന്നെ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് കാണിക്കും ഓരോ ലൊക്കേഷൻ. അപ്പൊ നമുക്ക് ബാംഗ്ലൂരിന്റെ ഒരു കാണാൻ പറ്റും, ഒരു ബാംഗ്ലൂർ എത്രയാണ് സോൺ ഉള്ളതെന്ന്. ആ ഒരു സോണിൽ കിടന്ന് തന്നെ ഓടാൻ നോക്കുക. ആ സോണിന്റെ പുറത്തോട്ട് നമുക്ക് ഓട്ടം വരും. അന്നേരം നമുക്ക് ആ ട്രിപ്പിന്റെ മേളിൽ കാണിക്കും ഔട്ട് ഓഫ് ബാംഗ്ലൂർ എന്നും പറഞ്ഞ്. അപ്പൊ അത് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അകത്തോട്ട് വരാൻ അത്ര ഓട്ടം കിട്ടത്തില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ട്രിപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ കാലിക്ക് വരേണ്ട വരും. അങ്ങനത്തെ വിഷയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് ബാംഗ്ലൂരിന്റെ അകത്തുള്ള ഓട്ടം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ റെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയും ഈ ഊബറിന്റെ കമ്പനിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അപ്പം ഞാൻ കൂടുതൽ ട്രിപ്പ് എടുക്കുമ്പം എന്ത് ചെയ്യും, ഈ ഊബറുകാർ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് കാശ് അയച്ചു കൊടുക്കും കൂടുതൽ. അപ്പൊ എന്നെ കൊണ്ട് മാക്സിമം ട്രിപ്പ് എടുപ്പിക്കാൻ ഇവർ നോക്കുന്ന. അതുകൊണ്ട് ഞാൻ കൂടുതൽ ട്രിപ്പ് എടുത്താൽ റെന്റ് കുറച്ച് കൊടുത്താൽ മതി. ഇവരുടെ ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇവിടെ കൊടുത്തേക്കാം, 120 ട്രിപ്പ് ഒരാഴ്ച കൊണ്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ 1400 രൂപ റെന്റ് കൊടുത്താൽ മതി. നമ്മൾ ട്രിപ്പ് എത്ര കുറച്ച് എടുക്കുന്നു അതനുസരിച്ച് നമ്മൾ കൂടുതൽ റെന്റ് കൊടുക്കേണ്ടി വരും. പിന്നെ വേറെ സംഭവം ഉണ്ട് ഇവർക്ക്, ഡെഡ് കിലോമീറ്റർ എന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വണ്ടി ഓരോ ട്രിപ്പിന് ഇത്ര കിലോമീറ്റർ നമ്മൾ ഓടുന്ന കാണിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാൻ പോണു, പടത്തിന് പോണ്, അങ്ങനെ പോകുമ്പോൾ കിലോമീറ്റർ കൂടുന്നു. അങ്ങനെയൊക്കെ വിഷയം വരുമ്പോൾ നമുക്ക് ആ കിലോമീറ്ററിന്റെ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരാഴ്ച 75 ട്രിപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെഡ് കിലോമീറ്റർ വരത്തില്ല. 75 ട്രിപ്പിന്റെ മേലോട്ട് എത്ര എടുത്താലും കുഴപ്പമില്ല. 75 ട്രിപ്പിൽ താഴത്താന്നുണ്ടെങ്കിൽ ഡെഡ് കിലോമീറ്റർ വരും.
നിങ്ങളിപ്പോൾ ഒരാഴ്ച 75 ട്രിപ്പ് എടുത്ത് എന്നിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു, പടത്തിന് പോകുന്നു. ഒക്കെ നമ്മുടെ വണ്ടി ഓടാൻ നേരത്ത് എന്തോ നമുക്ക് ഡെഡ് കിലോമീറ്റർ എന്ന് പറഞ്ഞിങ്ങനെ കിലോമീറ്റർ കയറി വരും. പക്ഷെ നമ്മൾ 75 ട്രിപ്പ് ഓടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ കാശ് കൊടുക്കണം. അപ്പോൾ പിന്നെ 75 ട്രിപ്പൊക്കെ എടുത്താലേ കാര്യമുള്ളൂ. അതിൽ താഴ്ത്താന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. മാക്സിമം എല്ലാവരും 75 ട്രിപ്പ് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് എങ്ങനെ ഒരു ട്രിപ്പ് വരുമ്പോൾ എങ്ങനെ ട്രിപ്പ് എടുക്കണം, ആ ട്രിപ്പ് എങ്ങോട്ടാണ് വരുന്നത് എല്ലാം കാണിച്ചുകൊണ്ട് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ചാനലിൽ നോക്കിയാൽ ഊബറിന്റെ വേറെ ഇതല്ലാണ്ട് വേറെ ഒരു വീഡിയോ ഉള്ളു. ആ വീഡിയോക്കകത്ത് വരുന്നത് ഒരു ട്രിപ്പ് നമ്മൾ എങ്ങനെ ഊബറിന്റെ ആപ്പ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ ഊബറിന്റെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഗോ കൊടുക്കുമ്പോൾ ഓട്ടം വരുന്നതും ഓട്ടം നമ്മൾ പിക്ക് ചെയ്യുന്നത്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റും, നമ്മൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടത്, കാശ് എങ്ങനെയാണ് മേടിക്കേണ്ടത്, അത് നമുക്ക് എങ്ങനെ വരുന്നതെന്ന്, അങ്ങനെ ഊബറിന്റെ ആപ്പ് യൂസ് എങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഊബറിന്റെ ആപ്പ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാവും. പിന്നെ മെയിനായിട്ടും വരുന്നത് ഇവിടുത്തെ ബ്ലോക്കാണ് വരുന്നത്. നമ്മൾ ഈ കാർ ഓടിക്കാന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് പണി കിട്ടും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു മോസ്റ്റ് ട്രാഫിക് ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ട്രാഫിക് ഉണ്ട്. പിന്നെ മഴ വന്ന ബ്ലോക്ക് കൂടുതലാണ്, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ ലാംഗ്വേജിന്റെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഇവിടെ മോസ്റ്റ്ലി ഇവിടെ കന്നഡ യൂസ് ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ്ലി എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ കന്നഡ അറിയാമെങ്കിൽ ഭയങ്കര നല്ലത്. പിന്നെ ഫുഡിന്റെ കാര്യം, ഫുഡും ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അവിടെ ഫുഡും ഇല്ല, താമസവും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ താമസവും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നോക്കി റെഡിയാക്കിയിട്ടേ വരാവുള്ളൂ. ഇല്ല ഇവിടെ നേരത്തെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് നേരെ ഓടി വന്നിട്ട് ഇവിടുന്ന് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് റെഡിയാകാം. നമ്മൾ കുറച്ച് ടൈം എടുക്കും താമസിക്കുന്ന സ്ഥലമൊക്കെ സെറ്റാക്കി വരണം. ഇല്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് 2 ദിവസം അവിടെ നിന്നിട്ട് താമസം റെഡിയാക്കാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ CNGയുടെ കാര്യം, വണ്ടി പെട്രോൾ പ്ലസ് CNG വരുന്നത്. പെട്രോളിലും ഓടും CNGയിലും ഓടും. ഒരാഴ്ചയിൽ ഒരു 200 രൂപയുടെ പെട്രോൾ വല്ലതും അടിച്ചിട്ടേക്കണം. കാരണം വണ്ടി സ്റ്റാർട്ടാക്കാൻ നമ്മൾ പെട്രോളിലാണ് യൂസ് ചെയ്യുന്നത്. പെട്രോൾ CNGയിൽ സ്റ്റാർട്ടാക്കാം, പക്ഷേ CNG സ്റ്റാർട്ടാക്കുമ്പം വണ്ടി ഒരു 10 സെക്കൻഡ് ഡിലേ എടുക്കും. പക്ഷേ പെട്രോൾ എന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോർമൽ വണ്ടി പോലെ താക്കോൽ വെച്ച് നേരെ സ്റ്റാർട്ടാക്കി എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ ഒരു 200 രൂപയുടെ പെട്രോളും ഒരു 800 രൂപ CNG അങ്ങനെ കൂട്ടുന്നത്. 800 വരത്തില്ല, മോസ്റ്റ്ലി ഒരു ഫുൾ ടാങ്ക് CNG പല ടൈമിൽ പലതാണ് വരുന്നത്. CNG ചിലപ്പോൾ 800 വരും, ചിലപ്പോൾ 750 വരും, 850 വരും, എത്ര 600 സംതിങ് ഒക്കെ വരും. പല ടൈമിലും പലതാണ് വരുന്നത്. എന്നാലും ഒരു 800 രൂപ കൂട്ടും നിങ്ങൾ. ഒരു ഫുൾ ടാങ്ക് 800 രൂപ CNG കൂട്ടും. അത്രയൊന്നും വരത്തില്ല, ചിലപ്പോൾ 750 വരത്തുള്ളൂ, 700 വരുന്ന ടൈം വരുന്നുണ്ട്. അപ്പം ഒരു 800 CNGയും കൂട്ടിക്കോ, നമ്മൾ കുറച്ച് കാണണ്ടല്ലോ. അപ്പോൾ ഒരു 800 രൂപ CNG, 800 രൂപയുടെ CNGക്ക് എത്ര കിലോമീറ്റർ ഓടുന്നു? ഒരു നമ്മൾ 165 170 കിലോമീറ്റർ, 160 65 170 ഈ ഒരു കിലോമീറ്ററിൻ്റെ ഇടയിൽ കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, വേരിയേഷൻ വരും. നമ്മൾ ഓടിക്കുന്ന സ്പീഡ്, AC അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് മാറും. എന്നാലും ഒരു നിങ്ങൾ 160 കൺഫേം നിങ്ങൾക്ക് കിട്ടും ഒരു ഫുൾ ടാങ്കിൽ. അപ്പോൾ CNG വരുന്നത്. പിന്നെ ഇത്രയും കിലോമീറ്റർ. പിന്നെ വണ്ടി നമ്മൾ താമസിക്കുമ്പോൾ സ്ഥലം എടുക്കുമ്പോൾ നമ്മൾ വണ്ടി ഇടാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാം. നമുക്ക് വണ്ടി ഇടാൻ പറ്റിയ അടുത്ത എവിടെയെങ്കിലുമൊക്കെ നോക്കി വേണം റൂമൊക്കെ എടുക്കാനായിട്ട്. ഫുഡ് പിന്നെ കടയിൽ നിന്നായിരിക്കും, കാരണം നമ്മൾ ഓട്ടോ ആണല്ലോ ഫുൾ ടൈം. അപ്പം ഫുഡ് ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നവരായിരിക്കും മോസ്റ്റ്ലി ഈ വീഡിയോ കാണുന്നത്. അവർക്ക് എന്നെ പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 12 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് വണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവർ അങ്ങനെ എടുക്കാൻ നിൽക്കല്ലേ. കാരണം നിങ്ങൾക്ക് കുറേ പേര് പറയും നല്ലതാ മറ്റേ മറച്ചാന്നൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ റെഫർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. നിങ്ങൾ ഏത് ഫ്ലീറ്റിൽ ജോയിൻ ചെയ്യുവാണെങ്കിലും ഈ ഊബറിന്റെ വീഡിയോ ഇടുന്നവരെല്ലാം ഈ റെഫറും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇടുന്നത് കേട്ടാ. അപ്പം എല്ലാ ഫ്ലീറ്റിലും 3000 രൂപ വെച്ച് എന്തോ കൊടുക്കുന്നുണ്ട്. ഒരാൾ ആഡ് ചെയ്താൽ 3000 രൂപ വെച്ച് എന്തോ അവർ ഓടുന്നതനുസരിച്ചാണ്, ചേർത്തോടനെ ഇല്ല. അപ്പം 3000 ചേർത്തുകൊണ്ട് എല്ലാവരും കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും പറയും നമ്മുടെ ഫ്ലീറ്റ് അടിപൊളിയാ മറ്റേ മറിച്ചാന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ അതൊന്നും കേട്ടുകൊണ്ട് ഓടിച്ചാട് കയറാൻ നിൽക്കല്ലോ. കാരണം അവർക്ക് 3000 രൂപ കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ 12 രൂപ പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഏതെങ്കിലും ഈ ടൊള്ളവറിനെ ഞാൻ പറഞ്ഞില്ല, ഈ ടൊള്ളവറിന്റെ ഊബർ ഓടാൻ പറ്റിയ കുറെ ഫ്ലീറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെയൊക്കെ തിരക്കണം. അവിടെയൊക്കെ തിരക്കിയിട്ട് നിങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വിളിച്ച് തിരക്കണം. ടൊള്ളവറിന്റെ എനിക്കൊന്ന് PMV എവറസ്റ്റ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ കുറെ ഉണ്ട് ബാംഗ്ലൂര്. അപ്പൊ അവിടെയൊക്കെ ടൊള്ളവറിന്റെ കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നിങ്ങൾക്ക് ഡെയിലി റെന്റ് വരുന്നുള്ളൂ. ഡെയിലി 500 രൂപ റെന്റ് കൊടുത്താൽ മതി, അല്ലാണ്ട് 1 രൂപ ഡെപ്പോസിറ്റ് വരുന്നില്ല. പിന്നെ താമസം പ്രൊവൈഡ് ചെയ്യുന്നവരും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. 90 രൂപ എന്തോ ഉള്ളൂ ഡെയിലി റൂം റെന്റ്. അപ്പം നിങ്ങൾക്ക് താമസവും ആവും, അവിടെ വണ്ടിയും ആകും. ഒരാഴ്ചയൊക്കെ ഓടി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലെ വണ്ടി എടുത്ത് ഇവിടെ എവിടെയെങ്കിലും റൂമൊക്കെ എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോന്നുണ്ട്, ഇല്ല എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനൊന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിലാണ്, എൻ്റെ ഇൻസ്റ്റ ID ഇത് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും
ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി തന്നെ, അതിനകത്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് ആണ്. ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ വേറെ എന്തെങ്കിലും അറിയാനെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് അവിടുത്തെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ അയച്ചു തരാം. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ആദ്യം വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ടൊള്ളവറിനെ നോക്കണം കേട്ടോ. ഈ ടൊള്ളവറിനെ നോക്കി ഒരാഴ്ചയൊക്കെ ഓടി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഡെപ്പോസിറ്റ് കയറാം. കാരണം ഞാൻ ഓടാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയി ടൊള്ളവറിൻ്റെ അകത്ത് പോയി ഈ ഡെപ്പോസിറ്റ് ചെയ്ത് ഓടി. പിന്നെ വന്നിട്ട് പറ്റാതെ കണ്ടിട്ട് എന്തുവാ ഒരാഴ്ച 2 ആഴ്ച എൻ്റെ ഞാൻ നാട്ടിലോട്ട് പോയി വെച്ച് അതുകൊണ്ട് പിന്നെ 10 രൂപ കൊടുത്തല്ലേന്ന് ഓർത്ത് വീണ്ടും വന്നൊക്കെ ഓടി പിന്നെ ഓടി എൻ്റെ റെഡി ആയത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഡെപ്പോസിറ്റ് ആദ്യം ഓടാൻ നിൽക്കലും. നിങ്ങൾ ഈ പാട്ടുള്ളവരുടെ നല്ല പരിപാടിയാണ്. അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അവർ ചിലരൊക്കെ താമസം വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ആദ്യം അത് ട്രൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ 12,000 ഒക്കെ കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓടിയാൽ മതി. പിന്നെ ഇവിടെ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ കുറെ പേര് ചോദിക്കുമായിരുന്നു. എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റുവാന്നൊക്കെ. നിങ്ങൾ മര്യാദക്ക് ഓടും. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ മൊത്തം ഫുള്ള് ട്രാഫിക്. അതുകൊണ്ട് ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് ഓടാൻ തുടങ്ങും. 4 മണിക്ക് തൊട്ട് രാവിലെ ഒരു 10 മണി വരെ ഓടും. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി തൊട്ട് വൈകുന്നേരം ഒരു 7 മണി 8 മണി വരെ ഓടും. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു 10-15 ട്രിപ്പ് എടുക്കും. കാരണം ബ്ലോക്ക് ഇല്ലാത്ത ടൈം ഒരു 2,500 രൂപ ഓടും. ഈ 2,500-ല് ഒരു 1,500 എന്റെ ചെലവായിട്ട് ഓട്ടിക്കും. എന്റെ താമസം, ഭക്ഷണം, CNG അങ്ങനെ എല്ലാം പോയിട്ട് ബാക്കി ഒരു 1,000 രൂപ ഞാൻ ഡെയിലി സേവ് ചെയ്യുന്നുണ്ട്. മാസം ഒരു 30,000 നിങ്ങൾക്ക് സുഖമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇങ്ങനെ ഓടിയിട്ടാ. നിങ്ങൾ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നന്നായിട്ട് ഓടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം എന്താണെങ്കിലും നിങ്ങളൊരു 1,000 രൂപ നിങ്ങൾക്ക് ഡെയിലി മാറ്റാൻ പറ്റും. പിന്നെ ഈ ടൊള്ളവറിന്റെ അതിനകത്ത് നിങ്ങൾക്ക് അത്രയും പറ്റുമെന്ന് അറിയില്ല. കാരണം അവർ തരുന്ന ടൈമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഓടി നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ആദ്യം ഓടി വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് എടുക്കേണ്ടത് ഞാൻ പറയത്തുള്ളൂ. പിന്നെ സാലറി വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലെ QR കാണിക്കുക, വണ്ടി CNG അത് വെച്ച് നമുക്ക് ആ കിട്ടുന്ന കാശിന് അടക്കുക, വണ്ടി CNG അതിനടിക്കുക, നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ക്യാഷ് വെച്ച് നടത്തുക. എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ച മറ്റേത് വരുമ്പം നമ്മൾ ബുധനാഴ്ച ഈ ഇരിക്കുന്ന കാശിന് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് അവർ നമ്മൾക്ക് ഇങ്ങോട്ട് തരേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ CNG അടിക്കലും ഫുഡ് അടിക്കലും എല്ലാം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സാലറി വരുന്നത്, ഇങ്ങനെയാണ് പേ ഔട്ടും ഒക്കെ ഇങ്ങനെ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ആസിൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അതിൽ കയറി എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി.